ഹായ്, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ട് പോസ്റ്റുകൾ കാണേണ്ടതായി. ഒന്ന് സമസ്തയുടെ 100-ാം വാർഷികവും, രണ്ടാമത് RSSന്റെ 100-ാം വാർഷികവും. 1926 മുതലാണ് ഈ രണ്ട് സംഘങ്ങളും അല്ലെങ്കിൽ ഈ രണ്ട് സംഘടനകളും രൂപം കൊണ്ടതും പ്രവർത്തനം തുടങ്ങിയതും. ഇന്ന് സമസ്ത എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയേണ്ടി വരും? വിഭജനത്തിൻ്റെയും വിഭാഗീയതയുടെയും ഒക്കെ ഒരു കുത്തരങ്ങായി മാറി എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിന് കാരണം 1926 മുതൽ മുസ്ലിം വിഭാഗങ്ങളിൽ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളിൽ ഒരുപാട് ചെറു സംഘങ്ങൾ രൂപീകരിക്കപ്പെടുകയും അവരൊക്കെ വിഭജിച്ച് പ്രവർത്തനം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് മുജാഹിദ് പ്രസ്ഥാനം, തബ്ലീഗ് ജമാഅത്ത്, ജമാഅത്തെ ഇസ്ലാമി, അതേപോലെ തന്നെ AP സുന്നി, EK സുന്നി, ആനസ് സുന്നി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിഭാഗങ്ങളുണ്ടായി. എന്നാൽ RSS സവർണ മേധാവിത്വം തുടങ്ങി വെച്ച ഈ ഒരു സംഘം പിന്നീട് അവരുടെ ജൈത്രയാത്രയിൽ എല്ലാ ചണ്ടിച്ചരക്കുകളായി അവർ പറയപ്പെടുന്ന താഴ്ന്ന ജാതിക്കാരെയും അതേപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരെയൊക്കെ ഒരു വോട്ട് ബാങ്ക് ആക്കിക്കൊണ്ട് രാജ്യം തന്നെ അവരുടെ കൈകളിലേക്ക് എത്തുകയും ചെയ്തു. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പോ സമസ്ത എന്ത് നേടി എന്നുള്ളത് അഭിപ്രായമുള്ളവര് കമന്റിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.